നബിക്കുള്ള മൗലിദ് വീട്ടിലും ഓതേണ്ടതാ, അതിനാൽ മുസീബത്തൊക്കെയും നീങ്ങുന്നതാ. കള്ളന്റെ ശല്യം തന്നെയും ഒതുങ്ങുന്നതാ, ദാരിദ്ര്യവും നീങ്ങുന്നതായി കാണുന്നതാ. ഹറുക്കും വബ ഇവയൊക്കെയും കാക്കുന്നതാ, കണ്ണേറ് ഹസദ് നീങ്ങുവാൻ ഉതകുന്നതാ. ഇപ്പൊ എന്തൊക്കെ സംഭവങ്ങളെ ഇല്ലാതാവുമെന്ന് പറഞ്ഞത്? എല്ലാ ബലാ മുസീബത്തുകളും ഒഴിവാകും. ഇടങ്ങേറ് ബലാഹുകൾ ഒന്നും തന്നെ ഉണ്ടാവൂല. മാത്രമല്ല കള്ളന്റെ ശല്യം പരിപൂർണമായി ഒഴിവാകും. ഒരു കള്ളന്റേതാകുന്ന ഫിത്നകളോ പ്രയാസങ്ങളോ ഒന്നും ഉണ്ടാവൂല. അള്ളാഹു നമുക്ക് സംരക്ഷണം നസീബാക്കുമാറാവട്ടെ. മാത്രമല്ല വീട് തീ കൊണ്ട് പരീക്ഷിക്കപ്പെടൂല, വീട് പരിപൂർണമായി കത്തി നശിക്കൂല. എല്ലാ ദിവസവും മൗലിദ് പാരായണം. റബീഉൽ അവ്വൽ മാത്രമല്ല, നബിതങ്ങളെ മദ്ഹ് ചെയ്യാന്ന് പറഞ്ഞ എപ്പോഴും ഉണ്ട്. അതുകൊണ്ടാണല്ലോ ചില പള്ളികളിലൊക്കെ റമദാനിൽ മൗലിദ് ഉണ്ട്. ചില പള്ളികളിൽ എന്തിനാ റമദാനിൽ മൗലിദ്? നബിയെ പ്രകീർത്തിക്കുന്നതിന് ഇന്ന സമയമൊന്നുമില്ല, എപ്പോഴും പ്രകീർത്തിക്കാം. നബി തങ്ങളുടെ ജന്മദിനത്തോടനുബന്ധിക്കപ്പെട്ട വിഷയങ്ങളും സംഭവങ്ങളും ചർച്ച ചെയ്യുന്നത് കൊണ്ടാണ് മൗലിദ് എന്ന പേര് വരാൻ കാരണം. മൗലിദ് മൗലിദ് എന്നാ പറയാ, അതാണ് കറക്റ്റ് വാക്ക്. മനസ്സിലാകുന്നുണ്ട്? മങ്കൂസ് നഖസ എന്ന് പറഞ്ഞാൽ ചുരുക്കി, മങ്കൂസ് ചുരുക്കപ്പെട്ടത്. അതെന്താ ചുരുക്കപ്പെട്ടത്? ബഹുമാനപ്പെട്ട ഇമാം ഗസാലി റളിയല്ലാഹു അൻഹുവിന് ഒരു മൗലിദ് ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് രചിച്ച ഒരു മൗലിദ്. എല്ലാ അയിമ്മത്തുകളും നബി തങ്ങളെ പ്രകീർത്തിച്ചിട്ടുണ്ട്. കാരണം എന്താ? അള്ളാഹു പ്രകീർത്തിച്ച നബിയല്ലേ, സ്വഹാബത്ത് പ്രകീർത്തിച്ച നബിയല്ലേ. സ്വഹാബത്ത് മൗലിദ് ഓതിയിട്ടുണ്ടോ? ഞാൻ പറഞ്ഞുതരാം തെളിവ്. നോക്കിയെടുക്കാമെങ്കിൽ നോക്കിയെടുത്താൽ മതി. ഞാൻ തെളിവ് പറഞ്ഞുതരാം. അള്ളാഹു തൗഫീഖ് തരട്ടെ. തെളിവ് പറഞ്ഞുതരാം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ശരിക്കും ശ്രദ്ധിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിലുള്ള മൗലിദ് മഹാനായ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു 5-ാം നൂറ്റാണ്ടിൽ ജീവിച്ച വലിയ സൂഫിയാണ്. ആര്? ബഹുമാനപ്പെട്ടതാകുന്ന മുഹമ്മദ് ബിൻ അഹ്മദുൽ ഗസാലി റളിയല്ലാഹു അൻഹു, വലിയ മഹാനാണ്. അദ്ദേഹം മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു കാലഘട്ടം അദ്ദേഹം ഒരു മൗലിദ് രചിച്ചു. ആ മൗലിദിന്റെ പേരാണ് സുബ്ഹാന മൗലിദ്. വലിയ ഏട് വീട്ടിലുണ്ടെങ്കിൽ നോക്കിയാൽ മതി, അതിലുണ്ട് സുബ്ഹാന മൗലിദ് എന്നാണ് മൗലിദിന്റെ പേര്. ആ മൗലിദ് ചുരുക്കിയിട്ട് മഹാനായ സൈനുദ്ദീൻ മഖ്ദൂമുൽ കബീറുൽ മഅബരി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് ഹിജ്റ 821 ജനിച്ച് ശവ്വാൽ മാസം 12 ജനിച്ച് കൊച്ചിയിലെ കൊച്ചങ്ങാടി എന്ന് പറയുന്ന ദേശത്താണ് ജന്മമെടുക്കുന്നത്. ബഹുമാനപ്പെട്ടവർ ഹിജ്റ 927 വഫാത്താകുന്നത്. പൊന്നാനി പള്ളിയുടേതാകുന്ന കിഴക്ക് ഭാഗത്ത് ഫ്രണ്ടിൽ തന്നെ അവരുടെ ഖബർസ്ഥാനം കാണാൻ സാധിക്കും. പൊന്നാനിയിലെ സൈനുദ്ദീൻ മഖ്ദൂം എന്ന് പറയുന്നത് അദ്ദേഹമാണ്. സൈനുദ്ദീൻ മഖ്ദൂം രണ്ടാമനാണ് ഫതുഹുൽ മുഈൻ എന്ന് പറയുന്ന കർമ്മശാസ്ത്ര ഗ്രന്ഥം രചിച്ചത്. അദ്ദേഹം അടങ്ങിയിരിക്കുന്നത് മാഹി കുഞ്ഞിപ്പള്ളിയിലാണ്. അള്ളാഹുവിനൊക്കെ പോകാൻ സിയാറത്ത് ചെയ്യാൻ തൗഫീഖ് നൽകട്ടെ. ഇതൊക്കെ പറയുന്നതിനാ നമ്മളിൽ ഭൂരിഭാഗം ആളുകളും ഇതൊന്നും മനസ്സിലാക്കിയിട്ടില്ല. ഇപ്പൊ ഇന്നും മഗ്‌രിബിന് ശേഷവും ഇശാ കഴിഞ്ഞൊക്കെ മൗലിദ് ഓതി വരുന്നവരുണ്ട്. എന്താണ് ഈ മങ്കൂസ് മൗലിദ്? ഈ സംഭവത്തെ കുറിച്ച് നമുക്കൊരു ബാലപാഠം അറിയില്ല. ഇത് പറയാതെ എന്നെ സംബന്ധിച്ച് പോകാം, പക്ഷെ പറയാതെ പോകുന്നത് നല്ലതല്ല എന്ന് മനസ്സിലാക്കണം, പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത്. കാരണം ബിദ്അത്തിന്റെ ആളുകൾ എന്തെങ്കിലുമൊക്കെ വാറോലകൾ അവിടുന്ന് ഇവിടുന്ന് കിട്ടുന്നതൊക്കെ വെച്ചിട്ട്, ഏതെങ്കിലും പുസ്തകത്തിൽ നിന്ന് വായിച്ചതാകുന്ന അറിവ് വെച്ചിട്ട് അവരൊക്കെ സോഷ്യൽ മീഡിയയിൽ ആവശ്യമില്ലാത്തത് പ്രചരിപ്പിക്കുന്നത് കാണുമ്പോൾ സുന്നികളാകുന്ന നമ്മുടെ മനസ്സിന്റെ അകത്തളങ്ങൾ തന്നെ ഇതൊക്കെ തെറ്റാണോ എന്നുള്ള ഒരു തെറ്റിദ്ധാരണ കടന്നു വരുന്നുണ്ട്. അതുകൊണ്ടാണ് ശക്തമായി ഉലമാക്കൾ ഇത് പറയാൻ തീരുമാനിച്ചത്. എന്തിനാണ് മറച്ചു വെക്കുന്നത്? ഖുർആനിലും ഹദീസിലും ഉള്ള വിഷയങ്ങളല്ലേ, വ്യക്തമായ തെളിവ് ആയത്തുകളും ഹദീസുകളും ഓതി തന്നെയല്ലേ പറയുന്നത്, അല്ലാതെ വെറുതെ വായി തോന്നുന്നത് വിളിച്ചു പറയല്ല. സുബ്ഹാന മൗലിദ് എന്ന് പറയുന്ന ആ മൗലിദിനെ, ഗസാലി ഇമാമിന്റെ മൗലിദിനെ ചുരുക്കി എഴുതിയതാണ് ഏത്? മങ്കൂസ് മൗലിദ്, ചുരുക്കപ്പെട്ട മൗലിദ് എന്നാണ് അതിന്റെ അർത്ഥം. ഇതാരാ എഴുതിയത്? സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു. അദ്ദേഹം എവിടെ കിടപ്പുണ്ട്? പൊന്നാനിയിൽ കിടപ്പുണ്ട്. അദ്ദേഹത്തിന്റെ ഖബർ അവിടെയാണ്. വലിയ അമേരിക്കയിലൊന്നും പോകണ്ട, അവിടെ ഉള്ള ആളാണ്. അതിനാണ് ഈ പറഞ്ഞത്. ഹിജ്റ 927 അവിടുന്ന് വഫാത്തായത്. 821 അവിടുന്ന് ജനിച്ചത്. ശവ്വാൽ 12 അവിടുത്തെ ജനനം. അള്ളാഹു അവിടുത്തെ ദറജ ഉയർത്തുമാറാവട്ടെ.
ബഹുമാനപ്പെട്ടവർ രചിക്കാൻ കാരണം പൊന്നാനി ദേശക്കാർക്ക് മാരകമാകുന്ന രോഗം ബാധിച്ചു അക്കാലയളവിൽ. അന്ന് ബഹുമാനപ്പെട്ടവർ ഈ സുബ്ഹാന മൗലിദ് എന്ന ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു മൗലിദ്, വലിയ മൗലിദ്, അത് ചുരുക്കിയിട്ട് അദ്ദേഹം എഴുതിയിട്ട് അദ്ദേഹത്തിന്റെ ഉസ്താദാകുന്ന തുഹ്ഫത്തുൽ മുഹ്താജ് എന്നറിയപ്പെടുന്ന വലിയ ഗ്രന്ഥം ഷാഫി മദ്ഹബിന്റെ ആധികാരിക ഗ്രന്ഥമാണ്. 10 വാല്യങ്ങളാണ് അതിലുള്ളത്. ബഹുമാനപ്പെട്ട ഇമാം നബവി റളിയല്ലാഹു അൻഹു മിൻഹാജ് എന്ന് പറയുന്ന മഹനീയമായ ഗ്രന്ഥം വിശദീകരിച്ച് എഴുതിയതാകുന്ന മഹാനുഭാവനാണ് ഇബ്നു ഹദറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു. മക്കയിലെ വലിയ മുദരിസായിരുന്നു, വലിയ ആലിമാണ്, തഖിയാണ്, നഖിയാണ്, സൂഫി വര്യനാണ്, വിലായത്ത് എത്തിച്ച വ്യക്തിത്വമാണ്. ബഹുമാനപ്പെട്ടവർ കേരളത്തിലേക്ക് വന്നു. തന്റെ ശിഷ്യനാകുന്ന സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു കാണുകയുണ്ടായി. അപ്പോൾ ഉസ്താദിനെ ഇദ്ദേഹം ഈ മൗലിദ് കാണിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ ഞാൻ എഴുതിയ മൗലിദ് എന്ന് പറഞ്ഞ് മൗലിദ് കാണിക്കുകയാണ്. അപ്പോൾ ഉസ്താദ് അത് മുഴുവൻ വായിച്ചു നോക്കി. മാഷാ അല്ലാഹ്, ഇത് സുബ്ഹാന മൗലിദിന്റെ സംക്ഷിപ്തമാണല്ലോ ഗസാലി ഇമാമിന്റെ. അതെ, ഉസ്താദ് ഒരു ദുആ ചെയ്തു തരണം. അതിന് ബഹുമാനപ്പെട്ടവർ എഴുതി കൊടുത്ത ദുആ ആണ് അതിന്റെ ലാസ്റ്റ് ഉള്ള ദുആ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ സ്വലാത്തൻ തുൻജീനാ ബിഹാ മിൻ ജമീഇൽ അഹ്വാലി വൽ ബലിയാത്ത് വതുസല്ലിമുനാ ബിഹാ മിൻ ജമീഇൽ അസ്ഖാമി വൽ ആഫാത്ത് വതുതഹിറുനാ ബിഹാ മിൻ ജമീഇസ് സയ്യിആത്ത് വതഗ്ഫിറുനാ ബിഹാ ജമീഅൽ ഖതീആത്ത് وتقضي لنا بها جميع الحاجات وترفعنا بها عندك على الدرجات وتبلغنا بها أقصى الغايات من جميع الخيرات في الحياة لا سيما بعد الممات. അങ്ങനെ അങ്ങോട്ട് തുടങ്ങി ആ നാട്ടിലുള്ള വിപത്തുകൾ നീങ്ങാൻ വേണ്ടി ബഹുമാനപ്പെട്ടവർ അദ്ദേഹമാണ് മഖ്ബൂസ് മൗലിദിന്റെ അവസാനത്തിൽ ദുആ ചേർത്ത് വെച്ചത്. അദ്ദേഹം സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു ഉസ്താദാണ്, മക്കയിൽ അക്കാലഘട്ടത്തിലെ പ്രമുഖ മുദരിസ്. എന്നിട്ട് ഇവരൊക്കെ ശിർക്കിന്റെ വാഹകർ, ഇവിടെ തലയെ തൊപ്പിയിടാതെ മൂത്രമൊഴിച്ചാൽ കഴുകാതെ പെണ്ണുങ്ങളെ തൊട്ട ഉളു മുറിയില്ല എന്ന് പറയുന്ന സൈസുകൾ എല്ലാം നല്ല അവ്വൽ സഫിൽ സ്വർഗ്ഗപ്പം കിട്ടും. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. മനസ്സിലാക്കണം, അവരുടെ വാദം അതാണല്ലോ, സ്വന്തം ഭാര്യയെ തൊട്ട് എന്തില്ല ഒന്നും മുറിയൂല എന്ന് പറയുന്നത്. ഇവന്റെയൊക്കെ തവാഫ് എങ്ങനെ ശരിയാകാൻ? കാബ തവാഫ് ചെയ്താൽ തവാഫ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? വുളൂ നിർബന്ധം. പെണ്ണുങ്ങളെ കൈക്ക് പിടിച്ച് 1 2 3 4 5 അടക്കാണ് തവാഫ്. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. തവാഫ് ഒരു ശരിയാവൂല, ഇതായി പറയും. കാരണം തവാഫിൽ എന്ത് നിർബന്ധമാണ്? വുളൂ നിർബന്ധമാണ്. പെണ്ണുങ്ങളെ തൊട്ടാ ഒന്നും മുറിയില്ല എന്ന് പറഞ്ഞ പെണ്ണുമ്പിള്ളേയും കൈക്ക് പിടിച്ചുകൊണ്ട് നടന്നാൽ എന്താവും? അവന്റെ തവാഫ് കൂടി പോകും. അല്ലാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. അതുകൊണ്ട് അത്തരക്കാരാകുന്ന ആളുകളുടേതാകുന്ന കൈവശം പോയി പെടരുത്. നാമുകമായി ഓർമ്മപ്പെടുത്താൻ എന്റെ സഹോദര സഹോദരിമാരോട്, നിങ്ങൾക്ക് അറിവില്ലെങ്കിൽ സാധുമാരോട് ചോദിക്കും. എന്തോ ആറോല കിട്ടിക്കഴിയുമ്പോൾ സോഷ്യൽ മീഡിയ ഇട്ടിട്ട് വീട്ടിനകത്തിരിക്കാൻ ദുസ്താമാർക്ക് പുട്ടടിക്കാനുള്ള പരിപാടി. നിങ്ങളുടെ പുട്ടടി കൊടുക്കുന്ന പൈസയുടെ കണക്കാണ് ഇപ്പൊ ഞാൻ പറഞ്ഞത്. നിങ്ങൾ വെച്ച് കിട്ടിയവർക്ക് 40 ലക്ഷം കൊടുത്തത്, പുട്ടടിക്കാൻ നിങ്ങൾ കൊടുത്തോണ്ടെന്ന് 10ന്റെ ചില്ലറയാണ്. അതാ ഇപ്പൊ പറഞ്ഞത്. ചില ആൾക്കാർ പറയാൻ ദുസ്താമാർക്ക് എന്തോ പുട്ടടി. ആർക്ക് വേണോടോ നിങ്ങളുടെ പുട്ടടി? നിങ്ങൾ കൊടുത്തോണ്ടിരിക്കുന്ന കാശിന്റെ കണക്കായി ഇപ്പൊ പറഞ്ഞത്. 10ന്റെ 10 നോട്ട് വെച്ച് റൗണ്ട് ചെയ്ത് കൊടുത്തിട്ട് ഉസ്താദുമാർക്ക് മൗലിദ് ഓതിയിട്ട് പുട്ടടിക്കാനാന്ന് പറയാം. നാണമില്ലല്ലോ പറയാൻ. അല്ലാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. അല്ലാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. ആമീൻ പറയും. അതുകൊണ്ട് നല്ലതുപോലെ ശ്രദ്ധിച്ചോ. ആരൊക്കെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദ്ഹ് ചെയ്തിട്ടുള്ളത്? പരിശുദ്ധമായ ഖുർആൻ നിങ്ങൾ പരിപൂർണമായി പരിശോധിച്ചാൽ അത്ഭുതപ്പെട്ടു പോകും. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല അത്രമേൽ പ്രകീർത്തിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വിഷമമുണ്ടാക്കുന്ന ഘട്ടങ്ങളിലൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് ഇടപെട്ടിട്ടുള്ളത്. മനസ്സിലാക്കുക, അല്ലാഹു നേരിട്ട് ഇടപെട്ടിട്ടുണ്ട്. ഞാനിപ്പോ അതിലേക്കൊന്നും വിഷയിക്കുന്നില്ല. നോക്കൂ നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഏറ്റവും നല്ലതുപോലെ പ്രയാസപ്പെടുത്തിയ വ്യക്തിയല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നുബുവത്ത് ലഭിച്ചു. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് 40ാമത്തെ വയസ്സിലാണ് നുബുവത്ത് ലഭിക്കുന്നത്. പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകൾ അവതീർണമാവുകയാണ് പ്രവാചകനിലേക്ക്. വഅൻദിർ അശീറതകൽ അഖറബീൻ, നിങ്ങൾ നിങ്ങളുടേതാകുന്ന ഏറ്റവും അടുത്ത കുടുംബക്കാരോട് നിങ്ങൾ മുന്നറിയിപ്പ് കൊടുക്കണേ. നരകത്തെ കുറിച്ചുള്ള മുന്നറിയിപ്പ് കൊടുക്കണേ. അവർ ഈ ദുനിയാവിൽ അടിച്ചു പൊളിച്ച് രസിച്ച് രമിച്ച് കഴിഞ്ഞു പോവുകയാണ്. കല്ലുകുടിച്ചുകൊണ്ട് വിചരിച്ചുകൊണ്ട് മോശപ്പെട്ട തലത്തിലേക്ക് കണ്ണും കാതും
ശരീരവും കൊണ്ടുപോയാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ ഏറ്റവും അടുത്ത കുടുംബക്കാരെ എത്രയും വേഗം വിളിച്ചുകൊണ്ട് അള്ളാഹുവിനെ കുറിച്ച് വ്യക്തമായി പറഞ്ഞു കൊടുക്കണേ. നരകത്തെ കുറിച്ചുള്ള മുന്നറിയിപ്പ് അവർക്ക് നൽകണേ എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഖുർആനിന്റെ ആയത്ത് ഇറങ്ങിയപ്പോ അല്ലാഹുവിന്റെ റസൂൽ സഫയുടെ കുന്നിലേക്ക് കയറുകയാണ്. പരിശുദ്ധമാക്കപ്പെട്ട കഅബാലയത്തിന്റെ പരിസരത്തുള്ള സഫയുടെ കുന്നിലേക്ക് റസൂലുള്ളാഹി കയറുകയാണ്. എന്നിട്ട് തന്റെ പ്രിയപ്പെട്ട കുടുംബാദികളെ വിളിക്കുകയാണ്. യാ ബനൂ ഫിഹ്ർ വയാ ബനൂ അദിയ, അല്ലയോ അദിയ ഗോത്രമേ, ഫിഹ്ർ ഗോത്രമേ, നിങ്ങളെല്ലാവരും എന്റെ അടുക്കലേക്ക് കടന്നു വരിക. നിങ്ങളെല്ലാവരും ഈ പർവ്വതത്തിന്റെ ചാരയിൽ ഒരുമിച്ച് കൂടണേ. എനിക്ക് നിങ്ങളോടൊരു കാര്യം ചോദിക്കാനുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ അവർക്കിടയിൽ അൽ അമീനാണ്, സത്യസന്ധനാണ്. സത്യസന്ധൻ എന്ന് വിളിപ്പേരുള്ള പ്രവാചകരുടെ ചാരത്തേക്ക് എല്ലാ കുടുംബാദികളും ഒരുമിച്ച് ചേർന്നുകൊണ്ട് കടന്നു വന്നപ്പോ അല്ലാഹുവിന്റെ റസൂൽ അവരോടായി ചോദിക്കുകയാണ്, ഞാൻ ഈ നിൽക്കുന്ന മലയുടേതാകുന്ന പിന്നിലൂടെ ഒരു വലിയ സൈന്യം നിങ്ങൾ ആക്രമിക്കാൻ കടന്നു വരുന്നു എന്ന് ഞാൻ പറഞ്ഞാൽ എന്നെ കൊണ്ട് നിങ്ങൾ വിശ്വസിക്കുമോ? എന്നെ കൊണ്ട് വിശ്വസിക്കുമോ? അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുമ്പോ സഹാബത്ത് മുഴുവനും അവിടെ ഒരുമിച്ച് കൂടിയതാകുന്ന പ്രവാചകരുടെ പ്രിയപ്പെട്ട കുടുംബാദികൾ ഒന്നടങ്കം എല്ലാവരും പറയുകയാണ്, മുഹമ്മദേ, നീ അൽ അമീനാണ്, സത്യസന്ധനാണ്, നീ ഒരിക്കലും കളവ് പറയില്ല എന്ന് ഞങ്ങൾക്ക് ഉറപ്പാണ്. മലയുടെ അപ്പുറത്ത് നിന്ന് ഒരു സൈന്യം ഞങ്ങൾ ആക്രമിക്കാൻ വരുന്നു എന്ന് നീ പറഞ്ഞാൽ ഞങ്ങൾ പരിപൂർണമായി വിശ്വസിക്കും കേട്ടോ, ഞങ്ങൾ പരിപൂർണമായി അംഗീകരിക്കും കേട്ടോ. എല്ലാവരും സമ്മതം മൂളി നിൽക്കുമ്പോ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രിയപ്പെട്ട കുടുംബങ്ങളോട് പറയുകയാണ്, എന്നാൽ അൽ അമീൻ എന്ന വിളിപ്പേരുള്ളതാകുന്ന ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയട്ടെ. ഒരു സത്യം നിങ്ങളോട് പറയാനാണ് ഒരുമിച്ച് കൂട്ടിയത്. അള്ളാഹുവിന്റെ ദൂതരായിട്ടാണ് അള്ളാഹു എന്നെ നിയോഗിച്ചിട്ടുള്ളത്. ഇന്നലെ വരെ നിങ്ങളോടൊപ്പം നിലകൊണ്ടതാകുന്ന അൽ അമീൻ എന്നുള്ളതാകുന്ന ഈ മുഹമ്മദ്, ഞാനിതാ പ്രവാചകത്വത്തിന്റെ ദൗത്യത്തിലേക്ക് അള്ളാഹു എന്നെ നിയോഗിച്ചിരിക്കുകയാണ്. കുടുംബക്കാരാകുന്ന നിങ്ങളോട് അള്ളാഹുവിനെ കുറിച്ച് അറിയിപ്പ് നൽകാനാണ് ഞാനിതാ ഒരുമിച്ച് കൂട്ടിയിട്ടുള്ളത്. കത്തിച്ചൊലിക്കുന്ന നരകത്തിന്റെ ഒരു കൊണ്ടാരത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്നവരായി നിങ്ങളിൽ ഒരാളും ഉണ്ടാവാൻ പാടില്ല. അള്ളാഹുവിൽ വിശ്വസിക്കണേ, ബിംബാരാധകരാകരുതേ, ഏകദൈവ വിശ്വാസത്തിൽ പുൽകണേ. അവരെ ഏകദൈവ വിശ്വാസത്തിലേക്ക്, വഹ്ദാനിയത്തിലേക്ക് ക്ഷണിച്ചപ്പോ ലോകത്താദ്യമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ സമുദായത്തോട് വഹ്ദാനിയത്തിൻ്റെതാകുന്ന ഏകദൈവ വിശ്വാസത്തിൻ്റെതാകുന്ന അകപ്പൊരുകളെ കുറിച്ച് പറഞ്ഞപ്പോ സ്വന്തം കുടുംബത്തിൽ തന്നെ പരിവർത്തനം ഉണ്ടാകുമെന്ന് ആശിച്ചതാകുന്ന പ്രവാചകർക്ക് മുമ്പാകെ ഒരാൾ എഴുന്നേറ്റ് നിൽക്കുകയാണ്. ആരെന്നറിയുമോ? അബൂലഹബാണ്. റസൂലുള്ളാഹിന്റെ പ്രിയപ്പെട്ട ഉപ്പയുടെ ദേശനാണ്, മൂത്താപ്പയാണ്, അബ്ദുൽ മുത്തലിബിന്റെ മകനാണ്. അബൂലഹബ് എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറയുകയാണ്, തബ്ബല്ലക യാ മുഹമ്മദൂ, തബ്ബല്ലക യാ മുഹമ്മദൂ, മുഹമ്മദേ നിനക്ക് നാശമാണ്, നിന്റെ കരങ്ങൾ നശിക്കട്ടെ. അലിഹാദാ ജമഅതന, ഇത് പറയാനാണോ ഞങ്ങളുടെ വിലപിടിപ്പുള്ള സമയം മാറ്റി വെച്ചിട്ട് ഞങ്ങളെ ഇതിലേക്ക് ഒരുമിച്ച് കൂട്ടിയത്? ഞങ്ങളെ തിരക്കുള്ള ബിസിനസ്സുകാരല്ലേ, എന്തിനാണ് ഞങ്ങളെ ഇത് പറയാനാണോ വിളിച്ചത്? ഏകദൈവ വിശ്വാസത്തിന്റെ അകപ്പറുകൾ തന്റെ പ്രിയപ്പെട്ട കുടുംബങ്ങൾക്ക് പരിപൂർണമായി പകർന്നു കൊടുക്കാൻ കുടുംബങ്ങളെ ചേർത്ത് നിർത്തിക്കൊണ്ട് പരിശുദ്ധമാക്കപ്പെട്ടതാകുന്ന ഖുർആനിന്റെ കൽപ്പനകൾ ശിരസാവഹിച്ചുകൊണ്ട് പ്രബോധനം നടത്തിയപ്പോ കുടുംബത്തിൽ നിന്ന് ഏറ്റവും വലിയ കയ്പ് നീരുണ്ടാവുകയാണ്. എഴുന്നേറ്റുകൊണ്ട് പറയുന്നത് സ്വന്തം മൂത്താപ്പയാണ്, മൂത്താപ്പയാണ്. ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം, ചരിത്രരേഖയിലെ തഫ്സീറിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം, അദ്ദേഹം കുനിഞ്ഞിട്ടൊരു പാറക്കല്ലിന്റെ ചീള് കയ്യിലെടുത്തിട്ട് റസൂലുള്ളാഹി എറിയുന്നത് പോലെ കാണിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖത്ത് നേരെ എറിയുന്നത് പോലെ കാണിക്കുകയാണ്. ഫനസല ജിബ്രീൽ, സെക്കൻഡ് ബൈ സെക്കൻഡിൽ അതാ ബഹുമാനപ്പെട്ടതാകുന്ന ജിബ്രീൽ അലൈഹിസ്സലാം കടന്നു വന്നുകൊണ്ട് പരിശുദ്ധമായ ഖുർആൻ ഇറങ്ങുകയാണ്. തബ്ബത് യദാ അബീ ലഹബിൻ വതബ്ബ മാ അഗ്നാ അൻഹു മാലുഹു വമാ കസബ സയസ്ലാ നാറൻ ذات ലഹബ് വംറഅതുഹു ഹമ്മാല
ഹാലത്തൽ ഹതബ് ഫീ ജീദിഹാ ഹബ്ലുൻ മിൻ മസദ്. ഈ പ്രവാചകരെ കുറിച്ചാണോ നിങ്ങൾ മോശത്തരം പറയുന്നത്? ആ പ്രവാചകർ ഈ ലോകത്തേക്ക് കടന്നു വന്നത് കാരുണ്യമായിട്ടല്ലേ? എന്തിനാണ് നിങ്ങൾ അദ്ദേഹത്തോട് ദേഷ്യപ്പെടുന്നത്? എന്തിനാണ് ആ പ്രവാചകരെ കൊല്ലാൻ കയ്യിലേക്ക് നിങ്ങൾ ഇതാ ചീലെടുത്തത്? എന്തിനാണ് കല്ലിന്റെ പാറക്കല്ലിന്റെ ചീലെടുത്തത്? അല്ലാഹുവിന്റെ റസൂലിന്റെ കരങ്ങൾ നശിക്കട്ടെ എന്ന് പറഞ്ഞതാകുന്ന പരിശുദ്ധമാക്കപ്പെട്ടതാകുന്ന ഖുർആൻ, ബഹുമാനപ്പെട്ടതാകുന്ന മുത്തുനബിയെ കുറിച്ച് ആവശ്യമില്ലാത്ത വാക്ക് പറഞ്ഞ അബൂലഹബിനെതിരെ ഇതാ ഖുർആനിന്റെ വചനം ഇറങ്ങുകയാണ്. തബ്ബത് യദാ അബീ ലഹബിൻ വതബ്ബ. പ്രവാചകനെ എറിയാൻ കല്ലെടുത്തതാകുന്ന അബൂലഹബേ, നിന്റെ ഇരു കരങ്ങളും നശിക്കട്ടെ. നശിക്കട്ടെ എന്ന് മാത്രമല്ല, വതബ്ബ, നശിച്ചിരിക്കുന്നു, നശിച്ചിരിക്കുന്നു. ഇനി അങ്ങോട്ട് അബൂലഹബിന്റെ ജീവിതത്തിൽ ഉയർച്ചയില്ല. മാ അഗ്നാ അൻഹു മാലുഹു വമാ കസബ്. അബൂലഹബേ, നീ നിന്റെ ജീവിതത്തിൽ ഒരുമിച്ച് കൂട്ടിയതാകുന്ന സമ്പാദ്യം നിനക്കൊരിക്കലും തന്നെ ഉപകാരപ്പെടുകയില്ല. മക്കയിലെ ധനികരുടെ കൂട്ടത്തിലെ പ്രധാനിയായിരുന്നു അന്നത്തെ അബൂലഹബ്. വലിയ സമ്പന്നതയുടെ മടിത്തട്ടിൽ വിരാജിച്ചുകൊണ്ട് നിലകൊള്ളുന്നവനാണ്. മക്കളാകുന്ന ഉത്തുബത്തുണ്ട്, തന്നെ എതിർക്കാൻ ആരുമില്ല. സന്താനങ്ങൾ ധാരാളമാണ്, സന്താന ബലമുണ്ട്, സാമ്പത്തികമാകുന്ന ബലമുണ്ട്. തന്നെ തകർക്കാൻ ഒരാൾക്ക് സാധ്യമല്ല. മുഹമ്മദ് ഏതെല്ലാ രീതിയിൽ ഇവിടെ പ്രബോധനം നടത്തിയാൽ അതൊന്നും ഞാൻ വിജയിപ്പിക്കില്ല എന്ന അർത്ഥത്തിൽ അല്ലാഹുവിന്റെ റസൂലിനെതിരെ ആദ്യമായി ഉറഞ്ഞു തുള്ളിയതാകുന്ന മനുഷ്യനാകുന്ന അബൂലഹബിനെതിരെ പരിശുദ്ധമായ ഖുർആൻ ഇറങ്ങുന്നു. മാ അഗ്നാ അൻഹു മാലുഹു വമാ കസബ്. അബൂലഹബേ, നിന്റെ ജീവിതത്തിൽ നീ ഒരുമിച്ച് കൂട്ടിയ സമ്പാദ്യവും സന്താനവും നിനക്കൊരിക്കലും തന്നെ ഐശ്വര്യം ഉണ്ടാക്കുകയില്ല. അതൊക്കെ തകർച്ചയിലേക്ക് എറിയപ്പെടുന്നതാണ്. തീർന്നില്ല, തീർന്നില്ല. സയസ്ലാ നാറൻ ദാത ലഹബ്. റസൂലുള്ളാഹിക്കെതിരെ ശാപവാക്ക് പറഞ്ഞവനെ ശപിക്കുക മാത്രമല്ല അല്ലാഹു ചെയ്തത്, അല്ലാഹുവിന്റെ റസൂലാകുന്ന പ്രവാചകരോടുള്ള ഇഷ്ടവും അനുരാഗവും അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകരെ പഠിപ്പിക്കുകയാണ്. ആ പ്രവാചകരോട് വിദ്വേഷം വെച്ച് നടക്കല്ലേ, അതൊരു സാദാസീത മനുഷ്യരാണെന്ന് മുഅ്മിനേ നീ ഒരിക്കലും പറഞ്ഞു നടക്കല്ലേ. അത്തരക്കാരുടെ മാതൃകതികളുമായി മുസ്ലിം സമുദായത്തിന്റെ ചെറുപ്പക്കാര്, സഹോദര സഹോദരിമാര് കവടവിലേക്ക് ഇറങ്ങിക്കൊണ്ട് വർത്തമാനം പറയാൻ പാടില്ല. റസൂലുള്ളാഹിക്ക് എതിരെ ശബ്ദിച്ചവനെ അല്ലാഹുവാണ് ശബ്ദിച്ചത്. അവനെതിൽ ആയത്ത് അല്ലാഹു ഇറക്കുകയാണ്. ലോകാവസാനം വരെ, ലോകാവസാനം വരെ ഈ ഖുർആൻ നിലനിൽക്കും, ഈ ഖുർആൻ പാരായണം ചെയ്യപ്പെടും. അന്നൊക്കെ അബൂലഹബിനെ ശപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് മഗ്രിബ് നമസ്കാരത്തിൽ ഖതീബ് ഉസ്താദ് ഓതിയത് തബ്ബത് യദാ അബീ ലഹബിൻ വതബ്ബ. അബൂലഹബിന്റെ ഇരു കരങ്ങളും നശിക്കട്ടെ, നശിച്ചിരിക്കുന്നു എന്നുള്ള ആയത്തല്ലേ. ലോക മുസ്ലിമീങ്ങൾ എല്ലാവരും ഒന്നടങ്കം പാരായണം ചെയ്യുകയാണ്. പള്ളികളിൽ, മദ്രസകളിൽ, ദീനീ സ്ഥാപനങ്ങളിൽ, അറബി കോളേജുകളിൽ ഖുർആൻ നിലനിൽക്കുന്ന കാലഘട്ടത്തോളം അബൂലഹബിന് നാശമാണ്, നാശമാണ്. എന്തേ കാരണം? ജീവിതത്തിൽ ഒരൊറ്റ പ്രാവശ്യം പ്രവാചകരെ കുറിച്ച് ആവശ്യമില്ലാത്ത വാക്ക് പറഞ്ഞു പോയതാണ്. ആ പ്രവാചകരെ നശിപ്പിക്കാൻ കയ്യിൽ ഒരു പാറക്കല്ലിന്റെ ചീലെടുത്തിട്ട് എറിയാൻ വേണ്ടി തുനിഞ്ഞവന് അല്ലാഹു ശാപവാക്ക് ചൊരിയുകയാണ്. ശപിച്ചു എന്ന് മാത്രമല്ല, വീണ്ടും അല്ലാഹു പറയുകയാണ്, ഇരുൾ മുറ്റപ്പെടുന്നതാകുന്ന, ആളി കത്തിക്കപ്പെടുന്നതാകുന്ന നരക കൊണ്ടാരത്തിലേക്ക് തീർച്ചയായിട്ടും അവനെ അല്ലാഹു വലിച്ചെറിയുന്നതാണ്. ആളി കത്തിക്കപ്പെടുന്നതാകുന്ന തീക്കുണ്ടാരത്തിലേക്ക് തീർച്ചയായിട്ടും അബ്ദുൽ മുത്തലിബിന്റെ മകനാകുന്ന അബൂലഹബിനെ അല്ലാഹു കൊണ്ടുപോകുമേ, കൊണ്ടുപോകുമേ. റസൂലുള്ളാഹിക്കെതിരിൽ വാക്ക് പറഞ്ഞപ്പോ അല്ലാഹു അവനെതിരിൽ ശപിച്ചു, വർത്തമാനം പറഞ്ഞുവെന്ന് മാത്രമല്ല അവനെ നരകത്തിലേക്ക് അല്ലാഹു ഇടുകയാണ്. തൗബ ചെയ്യണേ ചെറുപ്പക്കാരാ. നിന്റെ ജീവിതത്തിൽ ബിദ്അത്തിന്റെ ദലാലത്തിന്റെ ആളുകൾ പറയുന്നത് കേട്ടുകൊണ്ട് റസൂലുള്ളാഹിയെ കുറിച്ച് ആവശ്യമില്ലാത്തതാകുന്ന വർത്തമാനങ്ങൾ എഴുതി വിട്ടവരല്ലേ? ഫേസ്ബുക്കിലൂടെ, ഇൻസ്റ്റാഗ്രാമിലൂടെ, സോഷ്യൽ മീഡിയയിലൂടെ
കമന്റുകളായിട്ട് ഹറാമാകുന്ന തലത്തിലേക്ക് പരിശുദ്ധമാകുന്ന റബീഉൽ അവ്വൽ വരുമ്പോ പിശാചിന്റെ സ്വഭാവം എടുത്തുകൊണ്ട് റസൂലുള്ളാഹിക്കെതിരിൽ ഉറഞ്ഞു തുള്ളിയതാകുന്ന ആളുകളല്ലേ ഈ പള്ളികളിലുള്ള ഉലമാക്കൾക്കൊന്നും കിതാബ് തരുന്നില്ല എന്ന് ലക്ഷക്കണക്കിന് ഉലമാക്കളെ ചീത്ത വിളിച്ചവരല്ലേ, ഉമറാക്കളെ ചീത്ത വിളിച്ചവരല്ലേ, കഴിഞ്ഞ തലമുറകൾ മുഴുവനും ശിർക്കിന്റെ വാഹകരായി പറഞ്ഞവരല്ലേ, അത്തരത്തിൽ പ്രസംഗിച്ചതാകുന്ന ആളുകളില്ലേ. തൗബ ചെയ്യണേ, തൗബ ചെയ്യണേ, ഇല്ലെങ്കിൽ അബൂലഹബിനെ കിട്ടിയതുപോലെയുള്ള നാശം അല്ലാഹു നിങ്ങളുടെ ജീവിതത്തിൽ തരും. അത് സുനിശ്ചിതമാണ്, സുനിശ്ചിതമാണ്. ലോകത്ത് റസൂലുള്ളാഹിയെ പുകഴ്ത്താത്തതാരാണ്? അല്ലാഹുവിന്റെ റസൂലിനെ പുകഴ്ത്താത്തതാരാണ്? എല്ലാ മഹത്തുക്കളും പുകഴ്ത്തിയില്ലേ? എല്ലാ അമ്പിയാക്കൾ, ഔലിയാക്കൾ, മഹാന്മാരും മഹിളകളും ആ പ്രവാചകരെ മദ്ഹ് ചെയ്യുന്നവരല്ലേ? ആ പ്രവാചകർക്ക് വേണ്ടി വഴിമാറി സഞ്ചരിച്ചവരല്ലേ? കാരണം ഈ പ്രവാചകരല്ലേ നാളെ ലോകത്തെ എല്ലാ സമുദായത്തിന്റെ ആളുകൾക്ക് വേണ്ടിയും എല്ലാവർക്കും വേണ്ടിയും പരിപൂർണമായി നിലകൊണ്ട് എന്റെ ഉമ്മത്തിൽപ്പെട്ട ഒരാൾ പോലും നരകത്തിൽ കിടക്കുകയാണ് എങ്കിൽ ഞാൻ സുജൂദിൽ നിന്ന് തലയുയർത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ മുന്നിൽ സുജൂദിൽ കിടന്നുകൊണ്ട് സർവരെയും സ്വർഗത്തിലേക്ക് കടത്താൻ പരിശ്രമിക്കുന്നതാകുന്ന പ്രവാചകരല്ലേ? ഈമാനിന്റെ ഒരു കളികാൽപ്പമുള്ളവനെ അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തുനബി മുഖേന സ്വർഗത്തിൽ കടത്തുമേ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ വീണ്ടും അബൂലഹബിന്റെ കുടുംബത്തെ ശപിക്കുകയാണ്. വംറഅതുഹു ഹമ്മാലത്തുൽ ഹതബ്, വിറകുകെട്ടുകൾ ചുമന്നുകൊണ്ട് കടന്നു വന്ന് പ്രവാചകർ വരുന്നതാകുന്ന വഴിയലുകൾ മുള്ളുകൾ വിതറിക്കൊണ്ട് പ്രവാചകരെ പ്രയാസപ്പെടുത്തിയ അബൂലഹബിന്റെ ഭാര്യയല്ലേ, റസൂലുള്ളാഹിന്റെ മൂത്തുമ്മയില്ലേ, അവരെയും അല്ലാഹു നരകത്തിലേക്ക് പ്രവേശിപ്പിക്കുമേ എന്ന് വിശുദ്ധമായ ഖുർആൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എതിരിൽ ഒരൊറ്റ വാക്ക് പറഞ്ഞപ്പോ അല്ലാഹു ഒരു സൂറത്ത് തന്നെ ഇറക്കി. ഒരു സൂറത്ത് മുഴുവനും, ആ സൂറത്ത് മുഴുവനും ഇറക്കിയത് എന്തിന്റെ വിഷയത്തിലാണ്? 114 സൂറത്താണ് ഖുർആനിലുള്ളത്. അതിലൊരു സൂറത്ത് മുഴുവനും അല്ലാഹു ഇറക്കിയത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് ആവശ്യമില്ലാത്ത വാക്ക് നബിയുടെ മുഖത്ത് നോക്കി പറഞ്ഞത്. അപ്പൊ ഈ കൗമിനൊക്കെ കിട്ടൂലേ? നിങ്ങൾ തന്നെ പറയും, ഉറപ്പായിട്ടും കിട്ടും. അല്ലാഹു ആകുമാറാവട്ടെ. അതുകൊണ്ടാണ് അവരോട് സ്നേഹത്തിൽ പറയുന്നത്, ആവശ്യമില്ലാത്തത് ആരും എന്തെങ്കിലും പറയുന്നത് കേട്ടിട്ട് കുറച്ചു ദിവസം സൗദിയിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ ഗൾഫിലേക്ക് പോകുമ്പോൾ അവിടെ ഏതെങ്കിലും വിവരമില്ലാത്തവന്മാർ അതും ഇതും പറയുന്നത് കേട്ടിട്ട് പിന്നെ തിരിച്ചു വരുമ്പോഴത്തേക്ക് എല്ലാം മാറി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരിമ ശിഷ്യനാണ് ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുറിച്ച് എപ്പോഴും പുകഴ്ത്തി പാടിക്കൊണ്ട് നിലകൊണ്ടതാകുന്ന സ്വഹാബിയാണ് ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു. പേര് പറഞ്ഞേ, ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു. ചിലര് ചോദിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് നബി തങ്ങളുടെ സ്വഹാബത്ത് ചെയ്തിട്ടുണ്ടോ? ആ മറുപടി ചെവി കൊടുത്ത് കേട്ടോണം കേട്ടോ, നല്ലതുപോലെ ഇയർഫോൺ വെച്ച് കേട്ടോ, രാത്രിയിൽ ഉറക്കം പോയി കേട്ടോ. ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രകീർത്തിച്ചുകൊണ്ട് നിലകൊണ്ടതായ സ്വഹാബിയാണ്. ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ സുവ്യക്തമാണ്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രകീർത്തിച്ചുകൊണ്ട് നിലകൊണ്ടതായ ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിന് പരിശുദ്ധമായ മദീന പള്ളിയിൽ ഒരു മിമ്പർ തന്നെ ഉണ്ടായിരുന്നവത്രേ. ആരാണ് പണിത് കൊടുത്തത്? റസൂലുള്ളാഹി തന്നെയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് സ്ഥാപിച്ചത്. ആ മിമ്പറിൽ കയറിയിരുന്നിട്ട് എപ്പോഴും ബഹുമാനപ്പെട്ടവർ കവിത ചൊല്ലുകയാണ്, പാട്ട് പാടുകയാണ്. ഹജൗത മുഹമ്മദൻ ഫഅജിബ്തു അൻഹു ഫഇൻദല്ലാഹി في ذاك الجزاء هجوت محمدا برا تقيا رسول الله سمته الوفاء. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് ശത്രുക്കൾക്ക് മുന്നിൽ പാടി കേൾപ്പിക്കുന്ന പണിയാണ്. സ്വഹാബത്ത് അത് കേട്ടുകൊണ്ട് ആസ്വദിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ അത് കേട്ടുകൊണ്ട് ആസ്വദിക്കുകയാണ്. റസൂലുള്ളാഹിന്റെ മദ്ഹ് ചെല്ലുന്നത് അല്ലാഹുവിന്റെ റസൂൽ ശരിവെക്കുകയാണ്. ഒരു പ്രശ്നമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് മദ്ഹ് ചെല്ലുക മനസ്സിലാക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ.
ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വഹാബത്തിനോട് പറഞ്ഞത് ഹസ്സാൻ ഇബ്നു സാബിത്ത് എന്ന സ്വഹാബിയാണ് നിമിഷ കവി സെക്കൻഡ് ബൈ സെക്കൻഡിൽ അറബിയിൽ നല്ല കവിത രചിച്ചു പ്രാസോപ്പിച്ചു. അങ്ങനെ ബഹുമാനപ്പെട്ടവര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അനുകൂലിച്ചുകൊണ്ട് നബിയെ മദ്ഹ് ചെയ്തുകൊണ്ട് ശത്രുക്കൾ നബിയെ കുറിച്ച് ആവശ്യമില്ലാത്തത് ഇങ്ങോട്ട് പറയുമ്പോൾ അവർക്ക് എതിരിൽ തിരിച്ച് നബി തങ്ങളെ മദ്ഹ് ചെയ്ത് പ്രകീർത്തിച്ചുകൊണ്ട് പാടിയിരുന്ന വ്യക്തിയാണ് ഏത് സ്വഹാബി? ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു. നബി തങ്ങൾ അവരെ അംഗീകരിച്ചു. മനസ്സിലാക്കണം ഈ സമൂഹം. നബി തങ്ങൾ അവരെ ആദരിച്ചു എന്നല്ല, അവർക്ക് വേണ്ടി മദീന പള്ളിയിൽ ഒരു മിമ്പർ തന്നെ ഉണ്ടായിരുന്നു. അതിന്റെ മുകളിൽ, ആ സ്റ്റേജിന്റെ മുകളിൽ കയറിക്കൊണ്ടാണ് റസൂലുള്ളാഹിയുടെ മദ്ഹ് പറയുക. അവിടെ കയറി വാദമൊന്നുമില്ല. അവിടെ കയറിയ ഉടനെ നബിയെ കുറിച്ച് നല്ല പാട്ട്, മദ്ഹ് പാട്ട്. അത് കഴിയുമ്പോൾ വീണ്ടും അവിടെ കയറും. അത് ആർക്കുള്ളതാ? ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു വേണ്ടി നിർമ്മിച്ചു കൊടുത്തിട്ടുള്ളതാകുന്ന മിമ്പറാണ്. എവിടെ? മദീന പള്ളിയുടെ അകത്ത്. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. അന്ന് സ്വഹാബത്തിന്റെ കാലത്ത് ഇതൊക്കെ ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ ഉള്ളതാണ്. ഒരാൾക്ക് നിഷേധിക്കാൻ പറ്റൂല. ഇതൊക്കെ ഈ സമുദായം അറിയാതെ പോകരുത്, പഠിക്കാതെ പോകരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വഹാബത്തിനോട് പറഞ്ഞു, അവിടുത്തെ വിനയം കൊണ്ട്, സ്വഹാബ നിങ്ങൾ എപ്പോഴും എന്നെ നിങ്ങൾ കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുന്നുണ്ട്. എപ്പോ കണ്ടാലും നിങ്ങൾ എന്നെ കാണുമ്പോൾ എഴുന്നേൽക്കും. അത് വേണ്ട കേട്ടോ. എപ്പോഴും നിങ്ങൾ ഇങ്ങനെ എഴുന്നേൽക്കണ്ട. നബി ഒന്ന് കാണുമ്പോൾ എഴുന്നേൽക്കും, നബി അപ്പുറത്തോട്ട് പോയിട്ട് തിരിച്ചു വരുമ്പോൾ വീണ്ടും എഴുന്നേൽക്കും. എന്തിനാ എഴുന്നേൽക്കുന്നത്? ആദരവാണ്, സ്വഹാബത്തിന് ആദരവാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോ കണ്ടാലും നിങ്ങൾ ഇങ്ങനെ എഴുന്നേൽക്കുന്നുണ്ട്. അത് വേണ്ട. അതെന്തിനാ നബി അത് പറയുന്നത്? നബിയുടെ വിനയാണ്. നമ്മളാണെങ്കിലും കണ്ടപ്പോ എഴുന്നേൽക്കണം കേട്ടോ. അതിനൊരുത്തനെ പിടിച്ചു നിർത്തിയിരിക്കുക. ഞാൻ വരുമ്പോഴത്തേക്കും ഖുലൂ തക്ബീർ വിളിച്ചേക്കണം. അതാണ് അതിനുവേണ്ടി. അതിന് ചില്ലറ കൊടുത്ത്. അതാണ് നമ്മുടെ സ്വഭാവം. അല്ലാഹു നമ്മളെ കാക്കട്ടെ. ഇത് നേരെ തിരിച്ച് നബിയുടേതാകുന്ന വിനയത്തിന്റെ ഭാഷ കൊണ്ട് നബി പറഞ്ഞു, നിങ്ങൾ എഴുന്നേൽക്കരുത്. അതാ പിറ്റേ ദിവസം കടന്നു വരുന്നു. അറബ് നാട്ടിലെ മാമലകൾ മുഴുവനും കനകക്കൊട്ടാരമായി തിരുസുബിരത്തിലേക്ക് തരട്ടെ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം വന്നുകൊണ്ട് ചോദിക്കുമ്പോ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് പരിത്യാഗത്തിന്റെ ആത്മീയ വലയത്തിലേക്ക് ഉൾവലിഞ്ഞ് ലോകത്തിന് മുഴുവനും മാതൃക കാട്ടിയ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിറ്റേ ദിവസം കടന്നു വന്നപ്പോ ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു എഴുന്നേൽക്കുകയാണ്. അവിടെ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ കൂടെയുള്ളവരും എഴുന്നേറ്റ് പോയി. ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു ഉടനെ ഉറക്കെ പാടുകയാണ്, ഖിയാമി ലിൽ അസീസി അലയ്യ ഫർമൂൻ വതറുകുൽ ഫുറൂദി മാ ഹുവ മുസ്തഖീമു അജിബ്തു ലിമൻ ലഹു അഖ്ലു വഫഹ്മു യറാ ഹാദൽ ജമാല വലാ യഖൂമു. വല്ലാത്തൊരു കവിതയാണത്. ഖിയാമി ലിൽ അസീസി അലയ്യ ഫർമൂൻ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണുമ്പോൾ എഴുന്നേൽക്കുക എന്നുള്ളത് എന്നെ സംബന്ധിച്ച് നിർബന്ധമായ കാര്യമാണ്. ഫർളായ കാര്യം. നിർബന്ധമായ കാര്യം. ലിൽ അസീസി. അസീസ് എന്ന വാക്ക് ആർക്കാ പ്രയോഗിക്കുക? അസീസ്. ആരെക്കുറിച്ച് പറയുന്ന വാക്കാണ്? പ്രതാപി. ആരെക്കുറിച്ച് പറയാ? അല്ലാഹുവിനുള്ള വാക്കാണ്. പക്ഷെ ഖുർആനിൽ അല്ലാഹു ആ വാക്ക് തിരിച്ചു വിട്ടു. ആർക്ക്? ഹബീബ് മുഹമ്മദ് മുസ്തഫ. പഠിക്കണം. അതാ ഞാൻ പറഞ്ഞു. നബിയുടെ മദ്ഹ് ആര് ചൊല്ലിയിട്ടുണ്ട്? അല്ലാഹു ചൊല്ലിയത്. ഞാനിപ്പോ അത് തീർത്തിട്ടില്ല കേട്ടോ. അത് ഇഷ്ടം പോലെ ഉണ്ട്. ഞാനിപ്പോ കുറച്ചിങ്ങനെ പറഞ്ഞു. വാദാവുമ്പോ എല്ലാം കൂടി പറഞ്ഞുകൊണ്ടിരുന്ന സമയം പോകും. അല്ലാഹു നബിയെ പ്രകീർത്തിച്ച് പറയാൻ ദിവസങ്ങൾ വേണം. അതിൽപ്പെട്ടതാണ് സൂറത്ത് തൗബയുടെ അവസാനത്തെ 2 ആയത്ത്. അവസാനത്തെ ആയത്ത് ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീൻ റഊഫുർ റഹീം. നബി തങ്ങളെ പ്രകീർത്തിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. എന്താ പറഞ്ഞത്? അസീസുൻ അലൈഹി. ആരെക്കുറിച്ചാ പറയുന്നത്? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആരാണ്? അസീസാണ്. അല്ലാഹുവിന്റെ വിശേഷണ നാമമാണ് ഏത്? പറയും നിങ്ങൾ ഏത്? അസീസ്. റഊഫ് ആരുടെ വിശേഷണ നാമമാണ്? അല്ലാഹുവിന്റെ. അല്ലാഹു ഖുർആനിൽ പറയുന്നു റഊഫുൻ റഹീമുൻ, കൃപ ചെയ്യുന്നവനുമാണ് കരുണാവാരിധിയുമാണ്. ആര്? ഹബീബ് മുഹമ്മദ് മുസ്തഫ. ആരെക്കുറിച്ചാ പറയുന്നത്? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആര് പ്രകീർത്തിച്ചു? അല്ലാഹു. നമ്മളൊക്കെ പഠിച്ചിട്ടുള്ളത് റഹ്മാൻ റഹീം അല്ലേ? റഹ്മാൻ റഹീം. റഹീം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നമ്മൾ പറയാം ഒരർത്ഥം സാധാരണ വെക്കുന്ന എന്താ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എന്താ അർത്ഥം വെക്കുക? റഹ്മാൻ എന്ന് പറഞ്ഞാൽ ഈ ലോകത്ത് വഴിപ്പെട്ടവർക്കും പറയും വഴിപ്പെടാത്തവർക്കും ഗുണം ചെയ്യുന്നവനായ അല്ലാഹു. അത് ആരുടെ വിശേഷണ? അല്ലാഹുവിന്റെ വിശേഷണം. റഹീം എന്ന് പറഞ്ഞാലോ ഈ ലോകത്ത് വഴിപ്പെട്ടവർക്ക് പ്രത്യേകം നാളെ ആഖിറത്തിൽ ഗുണം ചെയ്യുന്നവനായ അല്ലാഹു. ഈ വിശേഷനാണ് ആർക്ക് അല്ലാഹു വകവെച്ചു കൊടുത്തത്? ലോക സൃഷ്ടികളിൽ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. റഹീമുൻ, കൃപ ചെയ്യുന്ന വ്യക്തിയാണ് മുഹമ്മദ്. റഹീമുൻ, നാളെ ആഖിറത്തിൽ പ്രത്യേകം വിശ്വാസികൾക്ക് ഗുണം ചെയ്യുന്നവരാണ്. അല്ലാഹു അക്കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തട്ടെ. ശരിക്കും മനസ്സിലാക്കണേ. മനസ്സിലാക്കിയവർക്ക് ഇന്നത്തെ വാദം എല്ലാം തിരിയുള്ളൂ, അല്ലാത്തവൻ നട്ടം തിരിയും. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അപ്പൊ അസീസുൻ എന്ന വാക്ക് ഇവിടെ പ്രയോഗിച്ചു ഖുർആനിൽ. ആ വാക്കിട്ടാണ് ഇവിടെ ആര് പാടുന്നത്? മഹാനായ ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു. നബി തങ്ങൾ ഇങ്ങനെ വരുമ്പോ തലേന്ന് പറഞ്ഞിട്ടുണ്ട്, എന്നെ എപ്പോഴും കാണുമ്പോൾ നിങ്ങൾ ഇങ്ങനെ എഴുന്നേക്കണ്ട. പക്ഷെ നബി ഇങ്ങനെ വരുന്നത് വാതിൽ ഇങ്ങോട്ട് വെളിയിലോട്ട് വന്നപ്പോഴേ തന്നെ ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു ചാടി എഴുന്നേറ്റിട്ട് അദ്ദേഹം പാടി എന്ത്? ഖിയാമിൽ അസീസി അലയ്യ ഫർദൂൻ വതറുകുൽ ഫുറൂദി മാ ഹുവ മുസ്തഖീം. അസീസായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പ്രതാപിയാകുന്ന മുത്തുനബിക്ക് വേണ്ടി എഴുന്നേൽക്ക എന്നുള്ളത് എന്റെ മേൽ നിർബന്ധമായ കാര്യമാണ്. വതറുകുൽ ഫുറൂദി മാ ഹുവ മുസ്തഖീം. ഫർളുകൾ ഉപേക്ഷിക്കുക എന്നുള്ളത് നിലനിൽക്കുകയില്ല. ഫർളായ കാര്യമാണ്. റസൂലുള്ളാഹിയെ കാണുമ്പോൾ എഴുന്നേൽക്കുക എന്നുള്ളത് അത് ഉപേക്ഷിക്കുന്നത് നല്ലതല്ല, നല്ലതല്ല. അജിബ്തു ലിമൻ ലഹു അഖ്ലുൻ വഫഹമു. ബുദ്ധിയും ബോധവും ഉള്ളതാകുന്ന ആളുകളെ കുറിച്ച് ഞാൻ അത്ഭുതപ്പെട്ടു പോയാണ്. യറാഹാവൽ ജമാല വലാ യഖൂമു. ഈ സൗന്ദര്യ സ്വരൂപനാകുന്ന മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ടിട്ട് എഴുന്നേൽക്കാത്തതാകുന്ന ആളുകളെ കണ്ട് ഞാൻ അത്ഭുതപ്പെട്ടു പോയാണ്. നിമിഷ കവി. ഇത് ആര് കേൾക്കപ്പാടുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കേൾക്കപ്പാടുക. നബി വല്ലതും പറഞ്ഞോ? നബി വല്ലതും തിരിച്ചു പറഞ്ഞോ? എന്താ നീ പാട്? ഒന്നും പാടണ്ട ഇവിടെ, ഒന്നും പാടണ്ട. നബി പറഞ്ഞില്ല. ഞാൻ എഴുന്നേൽക്കണ്ട ഇന്നലെ പറഞ്ഞില്ല, ഇന്നെന്തിനാ എഴുന്നേറ്റ് ചോദിച്ചോ? ചോദിച്ചില്ല. കാരണം അത് അദബാണ്, ഗുരുത്വമാണ്. എഴുന്നേൽക്കണ്ട എന്ന് പറഞ്ഞാലും എഴുന്നേറ്റ് പോകും. ഈ ഒരു ജമാലിയത്ത് കാണുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ സൗന്ദര്യത്തിന്റെ മുന്നിൽ ഞങ്ങൾ എഴുന്നേൽക്കാൻ അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ടല്ലേ ബഹുമാനപ്പെട്ടവരെ പാടി അജ്മല മിൻക ലം തറ ഖത്തു ഐനി വഹസന മിൻക ലം തലിദ് നിസാഉ خلقت مبرأ من كل عيب كأنك قد خلقت كما تشاء. തങ്ങളെക്കാൾ സൗന്ദര്യ സ്വരൂപനാകുന്ന ഒരു മനുഷ്യനെ ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടില്ല നബിയേ. നബിയുടെ മുന്നിൽ നിന്നിട്ട് പാടുക. എന്താ പാടുന്നത്? തങ്ങളെക്കാൾ സൗന്ദര്യമുള്ളതാകുന്ന ഒരു കുഞ്ഞിനെ ഞാൻ എന്റെ ജീവിതത്തിൽ ഇന്ന് വരെ കണ്ണുകൊണ്ട് ദർശിച്ചിട്ടില്ല. വഅജ്മല മിൻക ലം തറ ഖത്തു ഐനി വഅഹ്സന മിൻക ലം തലിദ് നിസാഉ. ആദരവായ പ്രവാചകരെ, തങ്ങളെക്കാൾ നല്ല സൗന്ദര്യമുള്ളതാകുന്ന ഒരു വ്യക്തിയെ ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടില്ല എന്ന് മാത്രമല്ല, തങ്ങളെക്കാൾ നല്ല ഒരു സൗന്ദര്യമുള്ള ഒരു കുട്ടിയെ ലോകത്തൊരു ഉമ്മയും പ്രസവിച്ചിട്ടില്ല.
ഇന്ന് വരെ ഈ ഭൂമുഖത്ത് ഒരു ഉമ്മയും തങ്ങളെക്കാൾ സൗന്ദര്യമുള്ളതാകുന്ന ഒരു കുട്ടിയെ പ്രസവിച്ചിട്ടില്ല. എല്ലാ മ്ലേച്ഛതകളിൽ നിന്നും, എല്ലാ മാലിന്യങ്ങളിൽ നിന്നും, എല്ലാ ഐബുകളിൽ നിന്നും പരിപൂർണമായി ഒഴിവാക്കപ്പെട്ടിട്ടാണ് തങ്ങളെ ഈ ലോകത്തേക്ക് അല്ലാഹു പ്രസവിക്കപ്പെട്ടത്, തങ്ങളെ ഈ ലോകത്തേക്ക് നിയോഗിക്കപ്പെട്ടത്. തങ്ങൾ അങ്ങനാണ് മനസ്സിൽ കണ്ടിട്ടുള്ളത്, അതുപോലെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല തങ്ങളെ പടച്ചിട്ടുള്ളത്. കാരണം അഷ്റഫുൽ ഖൽഖ, സൃഷ്ടികളിൽ ഏറ്റവും അത്യുത്തമരാണ്. ഇതിനേക്കാൾ പൂർണ്ണമായ ഒരു മനുഷ്യനില്ല. അൽ ഇൻസാനുൽ കാമിൽ, പൂർണ്ണ മനുഷ്യൻ, പരിപൂർണ്ണ മനുഷ്യൻ സയ്യിദുനാ റസൂലുള്ളാഹി. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ, അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. ലോക ചരിത്രത്തിൽ അതുപോലെ ഒരു മനുഷ്യനില്ല. അതുകൊണ്ടാണ് അൽ ഇൻസാനുൽ കാമിൽ, പൂർണ്ണ മനുഷ്യൻ, അഷ്റഫുൽ ഖൽഖ്, സൃഷ്ടികളിൽ ഏറ്റവും അത്യുത്തമർ അല്ല നമ്മൾ പറയുന്നത്. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. അപ്പൊ പ്രവാചകരെ അല്ലാഹു പ്രകീർത്തിച്ചു, സ്വഹാബത്തും പ്രകീർത്തിച്ചു. അതിനിപ്പോ തെളിവ് പറഞ്ഞു, തെളിവ് കിട്ടിയില്ല എന്ന് പറയരുത്. ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു പ്രകീർത്തിച്ചു. നബി തങ്ങളെ അല്ലാഹു മദ്ഹ് ചെയ്തത് ആദ്യം നമ്മൾ പറഞ്ഞു. ഇതിനേക്കാൾ വലിയ തെളിവുണ്ട്? ഇതുപോലെ ഇത് ചെയ്താൽ പിന്നെ നമ്മളതിനെ ഏറ്റവും നന്നാവൂലേ? പിന്നെന്തിനാണ് സ്വഹാബത്തിനെ നിങ്ങൾ എന്തുകൊണ്ടാണ് എടുത്തെറിയുന്നത്? അവർ ചെയ്തതാകുന്ന പരിപൂർണമാക്കപ്പെട്ട നല്ല നല്ല അനുഗ്രഹങ്ങളെ പ്രിയപ്പെട്ട മുസ്ലിമേ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം. അല്ലാഹുവേ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്, തൗഫീഖ് നൽകണേ അല്ലാഹ്. വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീൻ വൽ അൻസാർ والذين اتبعوهم بإحسان رضي الله عنهم ورضوا عنه. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു ഉറപ്പെടുത്തുകയാണ്, പരിശുദ്ധരാകുന്ന മക്കയിൽ നിന്ന് മദീനയിലേക്ക് സർവ്വതും വെടിഞ്ഞുകൊണ്ട് ഹിജറ വന്നതാകുന്ന മുഹാജിരീങ്ങളാകുന്ന സ്വഹാബത്തും, അവരെ സ്വീകരിച്ചതാകുന്ന മദീന നിവാസികളാകുന്ന സ്വഹാബത്തും, അവരുടേതാകുന്ന തിരുചര്യകളെ പരിപൂർണമായി പിൻപറ്റിക്കൊണ്ട് നന്മയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കുന്ന ഏതൊരു വ്യക്തിയുണ്ടോ, സഹോദര സഹോദരിമാരുണ്ടോ, അഥവാ അവർ നമസ്കരിച്ചവരാണ്, നോമ്പ് നോറ്റവരാണ്, സക്കാത്ത് കൊടുത്തവരാണ്, ഹജ്ജ് ചെയ്തവരാണ്, പാവങ്ങളുടെ കണ്ണീരപ്പിയവരാ, അവർ റസൂലുള്ളാഹിയെ ഇഷ്ടം വെച്ചവരാണ്, റസൂലുള്ളാഹിയെ പ്രിയം വെച്ചുകൊണ്ട് റസൂലുള്ളാഹിന്റെ മദ്ഹ് കീർത്തനങ്ങൾ ആലപിച്ചതാകുന്ന സ്വഹാബത്താണ്. വല്ലദീന തബഊഹും ബിഇഹ്സാൻ, മക്കയിൽ നിന്ന് മദീനയിലേക്ക് സർവ്വതും വെടിഞ്ഞു വന്നതാകുന്ന മുഹാജിരികളാകുന്ന സ്വഹാബത്തും, അവരെ സ്വീകരിച്ച മദീന നിവാസികളാകുന്ന അൻസാരികളാകുന്ന സ്വഹാബത്തും, അവർ ജീവിതത്തിൽ കൊണ്ടുവന്നതാകുന്ന നന്മകൾ അവരോടൊപ്പം ചേർന്നുകൊണ്ട് ആരൊക്കെ പിന്തുടർത്തിയിട്ടുണ്ടോ, അല്ലാഹു അവരെ കൊണ്ട് സംതൃപ്തിപ്പെട്ടിരിക്കുന്നു എന്ന് വിശുദ്ധമായ ഖുർആൻ. അല്ലാഹുവിന്റെ സംതൃപ്തി അവർക്കാണ്. ആർക്ക്? അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട സ്വഹാബത്ത് എങ്ങനെയാണ് ജീവിച്ചത്, ആ ജീവിതക്രമങ്ങളെ ചിട്ടപ്പെടുത്തിയ ആളുകൾക്ക് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ സംതൃപ്തി. നമ്മൾ ആരെ പോലെ ജീവിച്ചാൽ മതി? സ്വഹാബത്ത് എങ്ങനെയാണോ നമുക്ക് പഠിപ്പിച്ചു തന്നത്, അവരെങ്ങനെയാണ് ജീവിച്ചത് അതുപോലെ ജീവിച്ചാൽ മതി. അല്ലാതെ തറയും മറക്കൂല, നേരത്തെ പറഞ്ഞ കോലത്തിലുള്ള കൗമിനെ പിൻപറ്റാൻ നീ പോകേണ്ടതില്ല. മനസ്സിലാക്കുക. അള്ളാഹുവിന്റെ തിരുസുന്നത്തുകൾ എടുക്കാത്ത അത്തരത്തിലുള്ള ആളുകളുടെ പിന്നാമ്പുറങ്ങൾ നമ്മൾ തേടാൻ പാടില്ല. അത് നമ്മുടെ ആഖിബത്ത് മോശമാകും. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ, അള്ളാഹു കാക്കുമാറാവട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നാളെ ആഖിറത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു സമുന്നതമാകുന്ന പദവി എനിക്ക് നൽകുന്നുണ്ട്. അത് മറ്റൊന്നുമല്ല, മഖാമും മഹ്മൂദാണ്. ഏതാണ്? സ്തുതിക്കപ്പെടുന്ന ഒരു സ്ഥാനം, അതാണ് മഖാമും മഹ്മൂദ്. ഏതാണ് സ്തുതിക്കപ്പെടുന്ന? മഖാമും മഹ്മൂദ് എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം?
മുസ്ലിമീങ്ങളാകുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം തെറ്റുകുറ്റങ്ങൾ ചെയ്തിട്ട് നരകത്തിൽ കിടക്കുന്നതാകുന്ന മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമുദായത്തിൽപ്പെട്ട പാവപ്പെട്ടതാകുന്ന വിശ്വാസിനികൾക്ക് നരകത്തിൽ നിന്ന് സ്വർഗത്തിലേക്കുള്ള ടിക്കറ്റ് കൊടുക്കാൻ ഏകനാകുന്ന പടച്ചറപ്പിന്റെ മുന്നിലുള്ള ശുപാർശയുടെ പേരാണ് മഖാമു മഹ്മൂദ്. ആർക്ക് വേണ്ടിയിട്ടാണ് അല്ലാഹു റസൂൽ ഇത് വാങ്ങുന്നത്? പാപികളും ദോഷികളുമായ നമുക്ക് വേണ്ടിയിട്ട്.